പ്രിയ എവിടെ പോയി എന്നാലോചിച്ച് വിഷമിക്കുന്നവർക്ക് ആശ്വാസമായില്ലേ. കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയിൽ വരാതിരുന്നത്. അതുമാത്രമല്ല, പുറത്ത് പോയി വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറവായിരുന്നു. അപ്പം ഇനി സമയം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് പോയി വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ വന്നത് വേറെ ഒന്നിനുമല്ല, ഒരു സ്ത്രീ എനിക്കാരുമില്ലേ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് തേങ്ങിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത്. എത്ര കെട്ടിയവന്മാരുണ്ടായാലും പോരാ ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5-6 ആൾക്കാരെ ഏർപ്പാടാക്കി കൊടുക്കടേ, അല്ല ഗോവിന്ദച്ചാമീനൊക്കെ ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കടേ, എന്നാലാണ് ഇവളൊക്കെ ഒന്ന് അടങ്ങുള്ളൂ. സത്യം പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയാണ് ഇവൾക്ക് ഏറ്റവും സെറ്റ് ആവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്കുള്ള എനിക്കാരുമില്ലേ എന്നുള്ള ആ പറച്ചിലങ്ങ് നിന്നോളും. ശരിക്കും ഗോവിന്ദച്ചാമിയുടെ അടുത്തേക്ക് ഇവളൊന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് ചെയ്യ്, കേരളം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത്. എന്തൊക്കെ ദുരവസ്ഥകൾ ഓരോരുത്തർക്കും നമ്മൾ കാണണല്ലേ. പക്ഷെ ഇത്രയും ഒരു ചിരിക്കാനുള്ള വകയുള്ള ഒരു ദുരവസ്ഥ കാണുന്നത് ആദ്യമായിട്ടാണ്. പണ്ടൊക്കെ ആൾക്കാര് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഇപ്പൊ വേണോ എന്ന് ചോദിച്ച് നടക്കലാണ്. അതിനൊക്കെ കാരണം നമ്മളെ പോലുള്ള ചില സ്ത്രീ രത്നങ്ങളാണ് കേട്ടോ. 1-2 സ്ത്രീകളല്ല, ഒരു 5-6 സ്ത്രീ രത്നങ്ങൾ തന്നെ ഇതിന്റെ പുറയിലുണ്ട് കേട്ടോ. ആ ഒരു കഷ്ടപ്പാടിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഇതൊന്ന് വാങ്ങിക്കോ, എനിക്കാരുമില്ലേ എന്നിങ്ങനെ വന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇപ്പൊ ചിരി വരുവാടോ. ഇതിലും വലിയൊരു കോമഡി സംഭവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കണ്ട് ഊറിച്ചിരിക്കുക, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ച് ഓർഡറുകൾ കിട്ടുന്നത് അത് എത്രക്കാരാ കൊടുക്കുന്നതെന്ന് ഞാനും പാലക്കിലും അടക്കം കുറെ പേരൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇടയ്ക്കിടയ്ക്കുള്ള എനിക്കാരുമില്ലേ എന്നുള്ള ഈ നെഞ്ചത്തടി കാണുമ്പോൾ ഭയങ്കര ഫുൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ചിരി വന്നിട്ട് വയ്യ, അത്രത്തോളം കോമഡിയാണ്. അപ്പൊ എനിക്കൊരു ഭർത്താവുണ്ട്, അത് ദുബായിലാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് കേമത്തരം പറയുന്ന ഈ ചാച്ചിനോട് എനിക്ക് പറയാനുള്ളത്, ചാച്ചി പോയിട്ട് ആ യൂണിയനിൽ നിന്ന് ഒരു 5-6 പേരെ വിളിച്ച് വീട്ടിലങ്ങ് നിർത്ത്. പിന്നെ എനിക്കാരുമില്ലേ എന്ന് കിടന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയില്ലല്ലോ. ഇണപിരിയാത്ത ചങ്കായിട്ട് ചാച്ചിയുടെ കൂടെ തന്നെ ചാച്ചി കൊണ്ടു കിടക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് വീര്യം കുറച്ച് കൂടുതലാണ്. പക്ഷെ പെണ്ണുങ്ങളോടാണെന്ന് മാത്രം. പെണ്ണുങ്ങളെ കാണുമ്പോഴേ കാണാനായിട്ടിന്റെ ആ വീര്യവും പൗരുഷവും ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് ചാടത്തുള്ളൂ. ആണുങ്ങളുടെ അടുത്തും ഇവിടെ കാണാനായിട്ട് അടുക്കത്തില്ലെന്ന്. എന്താ കാണാനായിട്ടിന് ആണുങ്ങളോട് ഇങ്ങനെ മുട്ടാനായിട്ട് പേടി വല്ലതുകൊണ്ടോ കാണാനായിട്ട്. പക്ഷെ പെണ്ണുങ്ങളോട് പഞ്ചഗുസ്തി പിടിക്കാനായിട്ട് കാണാനായിട്ട് 1-ാം സ്ഥാനത്തുണ്ടാവും. ആ പൗരുഷവും വീരശൂര പരാക്രമിയായിട്ടുള്ള കണാരേട്ടൻ. പക്ഷെ ആണുങ്ങളുടെ അടുത്തേക്ക് അടുക്കൂല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യത്തോടെ എടുക്കുമ്പോ കണാരേട്ടൻ അങ്ങ് കാല് മാറിക്കളയും, വരൂല. പിന്നെ കണാരേട്ടന് പനിയായി, ചുമയായി, മൂക്കൊലിപ്പായി, തുമ്മലായി, തൂറ്റളക്കായി, വയറിളക്കായി, ക്രീമികടിയായി. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കണാരേട്ടൻ ആണുങ്ങളോട് കളിക്കാൻ നിൽക്കത്തില്ല. കണാരേട്ടന്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ സ്ത്രീകളോട് മാത്രം. അങ്ങനത്തെ വീരശൂര പരാക്രമിയായ കണാരേട്ടന് ഈ അണ്ടിയോട് എടുക്കുമ്പോഴാണല്ലോ സുഹൃത്തുക്കളെ മാങ്ങയുടെ പുളി അറിയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇവിടെ അച്ചിട്ടാണ്. കാര്യത്തോടെ എടുക്കുമ്പോ കണാരൻ അങ്ങോട്ട് കാല് മാറും. കണാരേട്ടനെ കൊണ്ട് മറ്റു സ്ത്രീകളെ ഇങ്ങനെ തെറി വിളിപ്പിച്ച ഈ ചാച്ചി കണാരേട്ടനും ചെല്ലിനും കൊടുത്തിട്ട് ഈ ഉണ്ടയാക്കി വെച്ച് കൂടെ കൊണ്ടെടുക്കുന്ന ഈ കാവലിന് ഒരു ആന്തണയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആമ്പർന്നവനുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ പട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് കൊണ്ടെടുക്കുന്ന ഒരു പദ്ധതി ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പട്ടിയുടെ കഴുത്തിലെ ബെൽറ്റിന്റെ വാലറ്റും ചേച്ചിയുടെ കയ്യിലാണ്. അതൊരു വീരശൂര പരാക്രമിയായ കണാരേട്ടനും കൂടെ ഉള്ളപ്പോൾ, ദുബായിൽ ഒരു ഭർത്താവും കൂടി ഉള്ളപ്പോൾ തന്തയും തള്ളെ കൊണ്ടെന്ന് പറയുന്നു. പോരാത്തതിന് 2 പൊടിക്കുപ്പികളുണ്ട്. പിന്നെ നാട്ടുകാര് ബന്ധുക്കാര് അവനവന്റെ വായിലെ നാക്കിന്റെ ഗുണം. അതത്രേ പറയാനുള്ളൂ. അപ്പൊ ഇത്രയും പേരുള്ള ചാച്ചിക്ക് ആരുമില്ലേ എന്നുള്ള ആ ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയം കണ്ട് ലിസിത പാലക്കലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിരിച്ച് തുപ്പി മരിച്ചു സുഹൃത്തുക്കളെ. നിന്ന് ചിരിച്ചു, ഇരുന്ന് ചിരിച്ചു, പോരാത്തതിന് കിടന്നും ചിരിച്ചു. അതിലെ കോമഡിയാണ്. ചാച്ചി വന്ന് ഒരു നമ്പർ 1 കോമഡി പീസ് ആവുകയാണ്. എന്തായാലും ചേച്ചിയുടെ ഇപ്പോഴത്തെ വീഡിയോകളൊക്കെ ഭയങ്കര കോമഡിയാണ് സുഹൃത്തുക്കളെ. ചിരിക്കാൻ വകയുണ്ട്. 5 മിനിറ്റ് മുമ്പ് ചേച്ചി വെല്ലുവിളിക്കും,
അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചി ഇപ്പുറം വന്ന് കരഞ്ഞു കാണിക്കും. ഈ നാടകം കണ്ട് കണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മടുത്തു സുഹൃത്തുക്കളെ, മടുത്തു. അപ്പോൾ ഈ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചാച്ചി ഏത് വീഡിയോ ഇട്ടാലും ഞാൻ ഫസ്റ്റ് നോക്കുക ചാച്ചിയുടെ കമൻറ്റ് ബോക്സ് ആണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ചാച്ചി ഇടയ്ക്കിടയ്ക്ക് ഈ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കുന്നത് ചാച്ചിക്ക് നല്ലതാണ്. ചാച്ചിയുടെ വീഡിയോൻ്റെ ആ അഭിപ്രായം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അവിടെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ധനും ബധിരനും മൂകനും അല്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് ജനങ്ങൾ എന്നെ അവിടെ എഴുതി അറിയിക്കുന്നുണ്ട്. എന്നിട്ടും ആരാണ് ഓർഡർ കൊടുക്കുന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? പറഞ്ഞു തരാം, അതിലേക്ക് തന്നെയാണ് വരുന്നത്. വെടിവഴിപാട് ഫാമിലിക്ക് ആരാണ് ഓർഡർ കൊടുക്കാത്തത്? എന്ത് തന്നെയായാലും ചാച്ചി ഇപ്പോൾ ലസിത പാലക്കലിന്റെ വയ്യാലയാണ്. വയ്യാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നാലെ എന്നാണ് കേട്ടോ അർത്ഥം. ചാച്ചി തന്നെയാണ് ഇവിടെ നമ്പർ 1 കോമഡി പീസായിട്ട് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് കമന്റ് ബോക്സ് നോക്കി അറിയാലല്ലേ. അതാണ്. അപ്പോൾ പറഞ്ഞു എന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു ഭർത്താവ്, ഒരു സ്റ്റെപ്പിന്, 2 പൊടിക്കുപ്പികൾ, തന്തയും തള്ളയും വേറെ, ഇത്രയും പേരുണ്ടായിട്ടും ചാച്ചി ഇനിയും എനിക്കാരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ യൂണിയൻ ഓഫീസിൽ നിന്ന് 5 യൂണിയൻകാരെ വിളിച്ച് വീട്ടിൽ നിർത്ത്. ചേച്ചിക്ക് വീട് നിറയെ ഇഷ്ടം പോലെ ആളാവും. അതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിട്ട് ഈ നാടകം കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേച്ചി ഒരു കോമാളിയാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചേച്ചിയുടെ ഈ 10 മിനിറ്റ് ഇടവിട്ടുള്ള ഈ നാടകങ്ങൾ ഈ ജനങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ബധിരനും മൂകനും അന്ധനും ഒന്നുമല്ല എന്നുള്ള കാര്യം ചാച്ചിക്ക് അറിയില്ലെങ്കിലും ജനങ്ങൾക്കറിയാട്ടോ. ചാച്ചിയുടെ പല തരത്തിലുള്ള നാടകം കണ്ട് ജനങ്ങൾ മടുത്തു വലഞ്ഞു. എന്തായാലും ഗോവിന്ദച്ചാമി സെറ്റായി കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി ചേച്ചിനെ അടക്കിക്കോളും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ചേച്ചിക്ക് ഏറ്റവും പറ്റിയത് ഗോവിന്ദച്ചാമിയാണ്. ഗോവിന്ദച്ചാമി ആവുമ്പോൾ ചേച്ചിയുടെ തിളപ്പും തീരും, ഗോവിന്ദച്ചാമിയുടെ ഒരു കടിയും മാറും. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചേച്ചിക്ക് തുഫായിലൊരു ഭർത്താവും വീട്ടിലൊരു സ്റ്റെപ്പിന്, പിന്നെ നമ്മുടെ വ്യവസായ പ്രമുഖരും, ഇതും കൂടാതെ നാട്ടിൽ ഇങ്ങനെ കറക്ക് കമ്പനികളുമായിട്ട് നടക്കുന്ന ചാച്ചിക്ക് ഏറ്റവും യോജിച്ച പേരെന്താണെന്നറിയോ? പാഞ്ചാലി. അത് തന്നെ.